ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. ഓണസദ്യയിൽ പൊതുവെ എല്ലാവരും ഉണ്ടാക്കാത്ത, എന്നാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കേണ്ട നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ് പരിപ്പ് കറി. സോ പരിപ്പ് കറി എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു ഐറ്റിക്കും. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ സദ്യ സ്റ്റൈലിൽ എങ്ങനെ പരിപ്പ് കറി ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ കുറേ സീക്രട്ടുകൾ ഞാൻ വീഡിയോയുടെ ഇടയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഞാനൊരു 250 ഗ്രാം പരിപ്പ് ആദ്യം തന്നെ ഒരു പാനിലോട്ട് വറക്കാൻ വേണ്ടി ഇടുന്നുണ്ട്. ഈ പരിപ്പ് വറുത്ത് തന്നെ നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതാണ് അതിൻ്റെ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു 250 ഗ്രാം പരിപ്പ് ചൂടായ പാനിലോട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വറക്കുന്നുണ്ട്. അപ്പോൾ ഇത് വറക്കുമ്പോൾ കരിഞ്ഞു പോകാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 to 6 മിനിറ്റെങ്കിലും വറുത്തെടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ പരിപ്പിൻ്റെ മണം നന്നായിട്ട് വരുന്നുണ്ട്. അതായത് നമ്മൾ പച്ചമണമൊക്കെ പോയി പരിപ്പൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റായി എടുക്കണം. പരിപ്പ് കറിക്ക് സാധാരണ നമ്മൾ കുക്കറിൽ വെക്കുന്ന സമയത്ത് വെറുതെ കഴുകി കുതിർത്ത് വെക്കുകയാണെങ്കിൽ അതിനൊരു പച്ചമണം ഉണ്ടാവും, ഒരു പച്ച ടേസ്റ്റ് വരും. പക്ഷെ ഇങ്ങനെ ഒന്ന് വറുത്ത് ചെയ്യുമ്പോഴാണ് ശരിക്കും പരിപ്പ് കറിക്ക് യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത്. ഞാനിതിലോട്ട് കുറച്ച് ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് പട്ട, ഏലക്ക, ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റാണ് ഇതിന് തരുന്നത്. സോ കുറേ പേരൊന്നും പരിപ്പ് കറിക്ക് ഇത് ഞാൻ ആഡ് ചെയ്ത് കണ്ടിട്ടില്ല, പക്ഷെ ഇങ്ങനെ ഒന്ന് ആഡ് ചെയ്താൽ അടിപൊളിയാണ്. അപ്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പയറൊന്ന് മുങ്ങാനുള്ള അളവിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിലോട്ട് പച്ചമുളക് ഇടാൻ മറന്നുപോയി. അപ്പോൾ ഞാനൊരു 2 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കർ ഒന്ന് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ അടിച്ചു വെച്ചാൽ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ 3 വിസിൽ കൂടുതൽ അടിക്കരുത്, നന്നായി വെന്തുടഞ്ഞു പോകും. അപ്പോൾ ഈ പരിപ്പ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് ഒരു മൂടി നാളികേരം ഒരു ജാറിലോട്ടിട്ട് കുറച്ച് ജീരകവും കൂടിയിട്ട് വെള്ളം ഒഴിച്ച് നല്ല രീതിക്ക് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പും വേവിച്ച് നാളികേരവും അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിപ്പ് വറക്കാൻ ഉപയോഗിച്ച് അതേ പാനിലോട്ട് ഒരു 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ നമ്മുടെ മറ്റുള്ള ഓണം റെസിപ്പീസ് എല്ലാം തന്നെ നമ്മുടെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുവിധം എല്ലാ ഡിഷും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാവരും നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് കാണുക. ഞാനിവിടെ ഇതിൻ്റെ കാർഡ് കൊടുക്കുന്നതാണ് പ്ലേലിസ്റ്റിൻ്റെ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചെറിയൊരു ചാനലാണ്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുക. അപ്പോൾ പാനിലോട്ട് നെയ്യ് ഉരുകിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പരിപ്പിൻ്റെ വേവ് നോക്കിയാൽ മനസ്സിലാവും. കുറച്ച് പരിപ്പുകളൊക്കെ ഇടയ്ക്ക് കടിക്കാനും കിട്ടണം, എന്നാൽ നന്നായി ഉടഞ്ഞിട്ടുമുണ്ട്. അധികം വെള്ളമില്ലാതെയാണ് നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേവിക്കുമ്പോഴാണ് പരിപ്പ് കറിക്കായ ഒരു യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ വേവിച്ചതിന് ശേഷം നമ്മൾ ഇതിലോട്ട് അരച്ച് വെച്ച് അരപ്പിട്ട് കൊടുക്കാം. ജീരകവും നാളികേരവും കൂടെ ഫൈൻ പേസ്റ്റാക്കി വെച്ച് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല രീതിക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പരിപ്പ് കറി ഒന്നുകൂടെ ലൂസാക്കാനായിട്ട് ഞാൻ ആ തേങ്ങ എടുത്ത സെയിം ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കണം. നമ്മൾ തേങ്ങയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിള വരേണ്ട ആവശ്യമില്ല. ഒന്ന് നല്ല രീതിക്കൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഞാൻ അതിലോട്ടൊരു കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതോടെ തന്നെ നമ്മുടെ പരിപ്പ് കറി ഓൾമോസ്റ്റ് സെറ്റായി. അപ്പോൾ ഈ രീതിയിൽ പരിപ്പ് കറി ഉണ്ടാക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. നമ്മൾ പരിപ്പ് കുതിർത്ത് 1 മണിക്കൂറും 3 മണിക്കൂറൊന്നും വെക്കുന്നില്ല. നമ്മൾ ഈസി ആയിട്ട് വറുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ പരിപ്പ് കറി. ഈ പരിപ്പ് കറി ആദ്യം ചോറിൻ്റെ കൂടെ വെച്ച് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് അതാണ് സ്റ്റാർട്ടറായിട്ട് കഴിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടേ സാമ്പാറും രസമൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. സോ എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.